നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. മലപ്പുറം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19. BJP പ്രാദേശിക നേതാവ് ഹോട്ടലിൽ മരിച്ച നിലയിൽ. ഇലക്ട്രൽ ബോണ്ടിൻ്റെ പേരിൽ CPM-നെതിരെ വ്യാജ വാർത്ത. മനോരമയ്ക്കെതിരെ നിയമ നടപടി. കനത്ത മഴ, റെഡ് അലർട്ട്. വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി. ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. ഊട്ടിയിൽ മരം വീണ് വിനോദയാത്രയ്ക്കെത്തിയ 15-കാരന് ദാരുണാന്ത്യം. മരിച്ചത് കോഴിക്കോട് സ്വദേശി. ജയിലിൽ TV കാണിക്കാൻ കൊണ്ടുപോകുന്നതിനിടെ ആത്മഹത്യാശ്രമം. അഫ്ഫാൻ്റെ നില ഗുരുതരം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മലപ്പുറം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19, വോട്ടെണ്ണൽ ജൂൺ 23. മെയ് 26 ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറങ്ങുക. 4 സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. PV അൻവർ രാജിവെച്ച സാഹചര്യത്തിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് വേദിയൊരുങ്ങുന്നത്. രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷമുള്ള 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂർ വേദിയാകുക. ഇതുവരെ നടന്ന 4 ഉപതെരഞ്ഞെടുപ്പിലും UDF-ഉം LDF-ഉം സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും UDF സീറ്റ് നിലനിർത്തിയപ്പോൾ ചേലക്കരയിൽ ഇടതുപക്ഷം സിറ്റിംഗ് സീറ്റിൽ ജയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇരുമുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ്. സിറ്റിംഗ് MLA LDF-ഉമായി തെറ്റിപ്പിരിഞ്ഞ് രാജിവെച്ച് UDF-ന്റെ വിജയത്തിനായി അംഗത്തിനിറങ്ങുമ്പോൾ സീറ്റ് നിലനിർത്തി മറുപടി നൽകേണ്ടത് CPM-നും LDF-നും അഭിമാന പ്രശ്നമാണ്. പഴയ ആര്യാടന്റെ തട്ടകം 9 വർഷത്തിന് ശേഷം തിരിച്ചുപിടിക്കാൻ UDF തയ്യാറെടുക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയമാകും അവർക്ക് വെല്ലുവിളി. തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നിലമ്പൂർ പിടിക്കേണ്ടത് ഇരുമുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ്. ഗുജറാത്ത്, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെയും ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ നടത്തേണ്ടി വരും. ഊട്ടിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ മലയാളിയായ 15 വയസ്സുകാരൻ മരം ദേഹത്തു വീണ് മരിച്ചു. കോഴിക്കോട് മൊകേരിയിലെ പ്രസീത രേഖ ദമ്പതിമാരുടെ മകൻ ആദിദേവാണ് മരിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 ഊട്ടി 8 മൈൽസിലായിരുന്നു സംഭവം. 28-ാം തീയതിയാണ് ആദിദേവ് ഉൾപ്പെടെയുള്ള 14-അംഗ സംഘം ഊട്ടിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയത്. ഞായറാഴ്ച തിരികെ നാട്ടിലേക്ക് മടങ്ങവേ ഊട്ടി ഗൂഡല്ലൂർ റോഡിൽ 8-ാം മൈലിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനിടെ ആദിദേവിന്റെ ദേഹത്തേക്ക് മരം കടപുഴകി വീഴുകയായിരുന്നു. ഊട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിൽ ഊട്ടി പൈക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കനത്ത മഴ തുടരുന്നതിനാൽ ഊട്ടിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. BJP പ്രാദേശിക നേതാവിനെ കണ്ണൂരിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ചേളന്നൂർ പുളി ബസാർ സ്വദേശിയും ചേളന്നൂരിലെ BJP പ്രാദേശിക നേതാവുമായ നവനീതത്തിൽ G സജി ഗോപാലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മാസം 23 രാത്രി 8:30 സജി ഗോപാൽ ബക്കളത്തെ സ്നേഹ ഇൻ ഹോട്ടലിൽ മുറിയെടുത്തത്. എക്സോറോ ടൈൽസ് റീജിയണൽ സെയിൽസ് മാനേജരായി ജോലി ചെയ്തു വരികയായിരുന്നു. പരേതരായ കൊട്ടിൽവളപ്പിൽ ഗോവിന്ദൻകുട്ടിയുടെയും സാവിത്രിയുടെയും മകനാണ്. കണ്ണൂർ ബക്കളം സ്നേഹ ഇൻ ഹോട്ടലിലെ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ നിർത്തലാക്കാനുള്ള നീക്കത്തിനെതിരെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. സംഗമം KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പാസഞ്ചർ ട്രെയിനുകൾക്ക് പോലും സ്റ്റോപ്പ് അനുവദിക്കാതെ സ്റ്റേഷൻ അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നത് ചിറക്കലിനെ മാത്രം ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന സ്ഥിരം യാത്രക്കാർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുമെന്ന് KV സുമേഷ് MLA പറഞ്ഞു. ചിറക്കൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ നിർത്തുക എന്നത് നാടിന്റെ ആവശ്യമാണ്. എല്ലാവരുടെയും ആവശ്യം ചിറക്കൽ റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ചിറക്കലിൽ നിന്ന് പ്രതിദിനം യാത്ര ചെയ്യുന്നുണ്ട്. പൈതൃക നഗരിയായ ചിറക്കലിലെ റെയിൽവേ സ്റ്റേഷൻ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ്. ഇത് നിർത്തുന്നത് ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. അപ്രതീക്ഷിതമായ ഈ തീരുമാനത്തിൽ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. ക്ഷേത്ര നഗരിയായ ചിറക്കലിലേക്ക് നിരവധി പേരാണ് വരികയും പോവുകയും ചെയ്യുന്നത്. പരിപാടിയിൽ പത്മശ്രീ SRD പ്രസാദ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് T സരള, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രുതി, K സുധാകരൻ MPയുടെ പ്രതിനിധി T ജയകൃഷ്ണൻ, ഫെറാജ് ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ,
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ഒ ചന്ദ്രമോഹൻ, മെമ്പർമാരായ കെ വി സിന്ധു, കെ ലത, പി വി സീമ, പി ജിഷ, കെ മോഹനൻ, കെ ബാലകൃഷ്ണൻ മാസ്റ്റർ, ടി കെ ബാബു, സുരേഷ് വർമ്മ, അറഫാത്ത്, കെ എം ഗിരീഷ്, പ്രമോദ്, റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരും സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ കനത്ത മഴ തുടരുന്നതിനാൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആത്മഹത്യ ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അഫാൻ ചികിത്സയിലുള്ളത്. നിലവിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് അഫാൻ്റെ ജീവൻ നിലനിർത്തുന്നതാണ് വിവരം. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് അഫാൻ ആത്മഹത്യ ശ്രമിച്ചത്. ജയിലിൽ ഒറ്റയ്ക്കൊരു സെല്ലിലാണ് പ്രതിയെ താമസിച്ചിരുന്നത്. ഞായറാഴ്ച ജയിലിൽ പ്രതികളെ സിനിമ കാണിക്കുന്ന പതിവുണ്ട്. ഇതനുസരിച്ച് ജയിൽ ഉദ്യോഗസ്ഥർ അഫാനെ TV കാണിക്കാനായി കൊണ്ടുപോകുന്നതിനിടെയാണ് ഇയാൾ ശൗചാലയത്തിൽ കയറി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. TV കാണിക്കാൻ കൊണ്ടുപോകുന്നതിനിടെ ശൗചാലയത്തിൽ കയറി അഫാൻ അവിടെ ഉണക്കാനിട്ടിരുന്ന മുണ്ടുപയോഗിച്ചാണ് തൂങ്ങി മരിക്കാൻ ശ്രമം നടത്തിയത്. ശൗചാലയത്തിൽ നിന്ന് പ്രതിയുടെ നിലവിളി കേട്ടതോടെയാണ് ഉദ്യോഗസ്ഥർ സംഭവം അറിയുന്നത്. തുടർന്ന് കുരക്കഴിച്ച് പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഫെബ്രുവരി 24-നാണ് റഹീം ഷെമി ദമ്പതിമാരുടെ മൂത്ത മകനായ അഫാൻ 23 കുടുംബത്തിലെ 4 പേരെയും പെൺസുഹൃത്തിനെയും ക്രൂരമായി കൊലപ്പെടുത്തിയത്. മുത്തശ്ശി സൽമ ബീവി 95, സഹോദരൻ അഫ്സാൻ 14, പിതൃ സഹോദരൻ ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയാണ് അഫാൻ മണിക്കൂറുകളുടെ ഇടവേളയിൽ കൊലപ്പെടുത്തിയത്. ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.